സയനൈഡ് എന്ന വാക്ക് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല. വില്ലന്മാരും കൊള്ളക്കാരും കഴുത്തിൽ മാലയിൽ സൂക്ഷിക്കുന്ന വിഷം പിടിക്കപ്പെട്ടാൽ ഒറ്റക്കടിയിൽ തൽക്ഷണം തീരും. അങ്ങനെ തുടങ്ങി കേരളത്തെ പിടിച്ചു കുലുക്കിയ കൂടത്തായി കേസ്, അങ്ങനെ പല കൊലപാതകങ്ങളും സയനൈഡ് എന്ന വാക്ക് നമ്മൾ പല ആവർത്തി കേട്ടു. അതുകൊണ്ട് തന്നെ സയനൈഡ് ഒരു മാരക വിഷമാണെന്ന് നമ്മൾക്കറിയാം. എന്നാൽ അതിൻ്റെ രുചി എന്താണെന്നറിയാമോ? കാർബണും നൈട്രജനും അടങ്ങിയ പദാർത്ഥമാണ് സയനൈഡ്. ആളുകൾ ജീവനൊടുക്കാനെ ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം സയനൈഡ്, സോഡിയം സയനൈഡ് എന്നിവയാണ്. ഇതിൻ്റെ ഒരു ചെറിയ അംശം മതി ജീവൻ നഷ്ടപ്പെടാൻ. ഉമിനീരുമായി സയനൈഡ് ചേരുന്നതോടെ ശരീരത്തിൻ്റെ ആന്തരിക ശ്വസനം നഷ്ടപ്പെടും. 50 കിലോഗ്രാം തൂക്കമുള്ള ഒരാളെ കൊല്ലാൻ വെറും 75 മില്ലിഗ്രാം മതി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ രുചി എന്താണെന്നറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ട്. പക്ഷേ അത് പറഞ്ഞു തരാനായി രുചിച്ചു നോക്കിയ ആരും തന്നെ ജീവനോടെ ഭൂമിയിൽ ശേഷിക്കുന്നില്ല. എന്നാൽ സയനൈഡ് രുചിച്ചു നോക്കി ആ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു മരിച്ച ഒരാളുണ്ട്. അതും ഒരു മലയാളി. 15 വർഷങ്ങൾക്ക് മുൻപാണ് അക്കഥ തുടങ്ങുന്നത്. എറണാകുളത്തുള്ളൊരു സ്വർണ്ണ വ്യാപാരിയായിരുന്നു MP പ്രസാദ്. +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ള പ്രസാദ് ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. 2005 പ്രസാദ് പാലക്കാട് പുതുപ്പള്ളി സ്ട്രീറ്റിൽ സ്വന്തമായി ജ്വല്ലറി തുടങ്ങിയത്. കയ്യിലുള്ളത് സ്വരൂക്കൂട്ടിയും അച്ഛനുൾപ്പെടെ പലരോടും പണം വാങ്ങിയുമാണ് 25 ലക്ഷത്തോളം മുടക്കി ഗോൾഡൻ ജ്വല്ലറി വർക്ക്സ് എന്ന കട തുടങ്ങിയത്. മോശമല്ലാത്ത കച്ചവടവും. അതിനിടെയാണ് പ്രസാദിന്റെ ജീവിതം തകർത്ത സംഭവം സൗഹൃദത്തിന്റെ രൂപത്തിലെത്തിയത്. മാർബിൾ തൊഴിലാളികളാണെന്ന് പരിചയപ്പെടുത്തിയ രാജസ്ഥാനിലെ ബിക്കനീർ സ്വദേശികളായ 2 സുഹൃത്തുക്കൾ സ്വർണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പിത്തളയിൽ പൊതിഞ്ഞ മാല നൽകി വഞ്ചിച്ചു. 4 ലക്ഷം രൂപയ്ക്കാണ് കച്ചവടം ഉറപ്പിച്ചത്. മാർച്ച് 28 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ഹോട്ടലിൽ വെച്ച് ആദ്യഘട്ട പണമായ 2 ലക്ഷം നൽകി ഇടപാടും നടത്തി. പിന്നാലെയാണ് താൻ ചതിക്കപ്പെട്ട വിവരം പ്രസാദ് അറിയുന്നത്. മാസങ്ങൾക്ക് ശേഷം പ്രതികളിൽപ്പെട്ട സംഘം സമാന തട്ടിപ്പ് നടത്തി പിടിയിലായ വാർത്ത പ്രസാദ് പത്രങ്ങളിലൂടെ അറിഞ്ഞു. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികളെ തിരിച്ചറിഞ്ഞ് പരാതിയും നൽകി മടങ്ങി. സംഭവശേഷം മാനസികമായി തകർന്ന പ്രസാദിനെ ബന്ധു സഹായിച്ചെങ്കിലും കരകയറാനായില്ല. 2006 ജൂൺ 15 ജീവിതം അവസാനിപ്പിക്കാൻ ഉറപ്പിച്ചാവണം വെണ്ണക്കരയിലെ ബന്ധുവീട്ടിൽ നിന്ന് സയനൈഡുമായി പ്രസാദ് ഇറങ്ങിയത്. ജ്വല്ലറി പണിക്കാരനായതുകൊണ്ട് സയനൈഡ് വാങ്ങാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. പാലക്കാട് നഗരത്തിലെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്വകാര്യ ഹോട്ടലിൽ 207 നമ്പർ മുറിയെടുത്ത് താമസിച്ചു. രാവിലെ 7-നും 3:30 ഇടയിലായിരുന്നു സംഭവം. 174 CRPC പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആത്മഹത്യക്കുറിപ്പും ആന്തരിക പരിശോധനാ ഫലവും പുറത്തു വന്നതോടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയിരുന്നു. എൻ്റെ പേര് പ്രസാദ്, ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാണ് എന്ന വരികളാണ് ആത്മഹത്യക്കുറിപ്പിന്റെ തുടക്കം. 4 പേജ് കത്താണ് മുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ആദ്യ പേജിൽ സാമ്പത്തിക നില തകർന്നതിന്റെ കഥകൾ, 2ാമത്തെ പേജിൽ താൻ മരിക്കാൻ കാരണം സാമ്പത്തിക നില തകർന്നതാണെന്ന് പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും എന്ന സംബോധനയിൽ എഴുതിയിരിക്കുന്നു. 3ാമത്തെ പേജ് ജില്ലാ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പായിരുന്നു. ഈ കുറിപ്പ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 8 വരി വിട്ട് പ്രസാദ് ആ രഹസ്യം വെളിപ്പെടുത്തി. ഡോക്ടേഴ്സ്, പൊട്ടാസ്യം സയനൈഡ്. ഇതിൻ്റെ രുചി ഞാൻ അറിഞ്ഞു. വളരെ പതുക്കെ, സ്റ്റാർട്ടിങ് വളരെ പുകച്ചിലാണ്. നാക്കെല്ലാം എരിയും, ഹാർഡാണ്, നല്ല ചവർപ്പാണ്. കത്ത് പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന ചിന്തയോ തനിക്ക് മാത്രം മനസ്സിലായ രുചിയുടെ പ്രാധാന്യമോ ഓർമ്മ വന്നതിനാലാകണം ആ യുവാവ് 4 വാക്കുകളിൽ രഹസ്യം വെളിപ്പെടുത്തിയത്. ഏതോ നോവലിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരാളെ പ്ലാനിംഗ് ആയിട്ട് കൊല്ലാമെന്ന്. എല്ലാ ദിവസവും നോവൽ വായിക്കുന്ന, നാക്കിൽ ഉമിനീർ തൊട്ട് പേജ് മറിക്കുന്ന ആളെ അപായപ്പെടുത്താൻ അതേ സ്ഥാനത്ത് സയനൈഡ് പുരട്ടിവെക്കുക. അയാൾ ഒരു സംശയവും ബാക്കി വെക്കാതെ മരിക്കുന്നു. ഒരാളെ മറ്റൊരു വ്യക്തിക്ക് നിഷ്പ്രയാസം ഇങ്ങനെ കൊല്ലാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. സയനൈഡ് കൊടുത്ത് ആളുകളെ കൊല്ലാമെന്ന് പണ്ടൊരു നോവലിൽ വായിച്ച അനുഭവം പ്രസാദ് കുറിപ്പിലെഴുതി. ഒരു വരി വിട്ട ശേഷം എനിക്ക് പറ്റിയ അബദ്ധം എന്ന പേരിൽ പ്രസാദ് എഴുതി. ഞാൻ സയനൈഡ് മദ്യത്തിൽ ഇട്ടുവെച്ച ശേഷം പേന കൊണ്ട് അതിനെ അലിയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അലിഞ്ഞില്ല. അതേ പേന കൊണ്ട് ഞാൻ എല്ലാ വിവരണങ്ങളും എഴുതി. എന്തോ ഓർക്കാൻ ശ്രമിച്ചു പേന നാക്കിൽ മുട്ടിച്ചു. പിന്നെ ഭയങ്കര എരിച്ചിലായിരുന്നു ഇത് എഴുതി തീരുന്നതുവരെ. സയനൈഡിൻ്റെ രുചി രേഖപ്പെടുത്താനുള്ള കാരണമായി പ്രസാദ് രേഖപ്പെടുത്തിയത് ഇതായിരുന്നു. ഒരു വരി വിട്ട ശേഷം തൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദികളെക്കുറിച്ചും പ്രസാദ് എഴുതിയിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ആന്തരിക അവയവ പരിശോധന നടത്തിയത് കൊച്ചിയിലും. പേനത്തുമ്പിൽ നിന്ന് 1-2 മില്ലിഗ്രാം സയനൈഡ് മാത്രമേ പ്രസാദിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ളൂ. അതായത് 10 മില്ലിഗ്രാമിൽ താഴെ മാത്രം. രുചി അറിയാൻ അത് ധാരാളം മതിയായിരുന്നു. കുറിപ്പിലെ പിന്നീടുള്ള ഭാഗങ്ങൾ പൂർണ്ണമാക്കാൻ സമയം ലഭിച്ചതും ഇതിനാലാണ്. എന്തായാലും തൻ്റെ മരണം കൊണ്ട് ഒരിക്കലും തെളിയിക്കപ്പെടില്ലെന്ന് കരുതിയ ഒരു വലിയ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞാണ് പ്രസാദ് എന്ന 32-കാരൻ ജീവനൊടുക്കിയത്.